കുഞ്ചൂസ് എവിടെ പോന്ന്? എങ്ങനെ പോന്ന്? അതെ ഓക്കെ. അപ്പോൾ കൊട്ടിയൂർ പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ഇതാ ഗൈസ് നമ്മൾ കൊട്ടിയൂരേക്ക് പോവുകയാണ്. നമ്മളൊരു വൈകുന്നേര സമയത്താണ് നമ്മൾ ഇറങ്ങിയത് തന്നെ. കൊട്ടിയൂർ പോകുന്ന വഴിയാണ് ഇത് വരുന്നത്. മൃദംഗശൈലേശ്വര ക്ഷേത്രം. കൊട്ടിയൂർ പോകുന്ന ഏതൊരാളും ഈ അമ്പലത്തിൽ കയറാതെ പോകില്ല. ഇത് അവിടെ തന്നെ ഇതിൻ്റെ ഒരു സ്ഥലമാണ്, ഒരു നാഗത്തിൻ്റെ ഒരു സ്ഥലം. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് പുരളിമലയാണ്. മുത്തപ്പൻ്റെ പ്രധാന സ്ഥാനം അറിയപ്പെടുന്ന പുരളിമല മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. അങ്ങനെ നമ്മൾ കൊട്ടിയൂരെത്തി. നമ്മൾ എത്തുമ്പോഴേക്കും ഒരു 8 മണി 8:30 കഴിഞ്ഞിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു തിരക്ക്, നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന അത്ര ഒരു തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നടക്കുമ്പോൾ ഒന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ യഥാർത്ഥ തിരക്ക് കണ്ടത് അവിടെ എത്തിയിട്ട് തൊഴാൻ നിൽക്കുന്ന ക്യൂ ആയിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർണാടകക്കാരെ കൊണ്ട് നിറഞ്ഞൊരു ക്യൂ ആയിരുന്നു അത്. ഇത് ആക്ച്വലി ഇത് സ്ഥലം വരുന്നത് കേരളമാണോ കർണാടക എന്ന് വരെ തോന്നിപ്പോകും. കാരണം ഒരു എന്താ പറയുക, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിന് വളരെ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ കൊട്ടിയൂരെത്തിയത്, കൊട്ടിയൂരപ്പനെ കാണാൻ എത്തിയെന്നുള്ളൊരു സന്തോഷം. ഞാൻ അവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കൂത്ത് കാണുന്നത്. അവൾ അവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ കൂത്ത് കാണാറില്ല. ജ്യോതിഷനെപ്പോഴും നടന്നോളൂ അവിടെ. അത് ജ്യോതിഷനെപ്പോഴും അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം വെള്ളത്തിലൂടെ ചുറ്റി തൊഴുത് ഭഗവാനെ നല്ലോണം കണ്ട് ഓടപ്പൂവും വാങ്ങി വീട്ടിലെത്തി. ബൈ.